ഇന്നത്തെ ഈ സന്ദേശം ആർക്കാണ് പ്രയോജനകരമെന്ന് ചോദിച്ചാൽ, ആത്മീയ ദാഹമുള്ള ആർക്കും ഈ സന്ദേശം പ്രയോജനകരമാണ്. പ്രത്യേകിച്ച് നിങ്ങൾ ടങ്സിൽ പ്രാർത്ഥിക്കുന്ന, അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന, അന്യഭാഷ പ്രാർത്ഥനയെ ഭയങ്കരമായി ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ സന്ദേശം അടുത്ത ഒരു ലെവലിലേക്ക് താങ്കളെ എത്തിക്കുമെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അല്പവും പാഴാക്കരുത്. ഒരു 15 മിനിറ്റിൽ താഴെ മാത്രമായിരിക്കും ഞാൻ ഈ സന്ദേശത്തിന് ഒരു ദൈർഘ്യം കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. അതിനകത്ത് മാക്സിമം സ്റ്റഫ് നിങ്ങളിലേക്ക് സ്പിരിറ്റിൽ കൈമാറാനാണ് ഞാൻ ദൈവാത്മാവിൽ ആഗ്രഹിക്കുന്നത്. അത്ര പവർഫുൾ ആണ് ഇന്നത്തെ മെസ്സേജ്, അത്ര യൂസ്ഫുൾ ആണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജയിക്കാനുള്ള ഒരു വെപ്പണാണ് ഇന്നത്തെ ഓരോ പോയിന്റ്സിനകത്തും ഞാൻ പറയുന്നത്. സോ നിങ്ങൾ അത് നോട്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്യുക. കഴിയുമെങ്കിൽ ദൈവമക്കൾ ഇതിലെ ചില പ്രധാനപ്പെട്ട വാചകങ്ങൾ, ബൈബിൾ വാക്യങ്ങളൊക്കെ നിങ്ങളൊന്ന് യൂട്യൂബിന്റെ കമന്റ് ബോക്സിൽ നിങ്ങളൊന്ന് ഇട്ട് കഴിഞ്ഞാൽ അത് വളരെ 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 പ്രയോജനകരമായിരിക്കും ഒത്തിരി ദൈവമക്കൾക്ക്. സമയം ദീർഘിപ്പിക്കാതെ മുന്നോട്ട് പോകാം. അന്യഭാഷയിലെ പ്രാർത്ഥനകൾ, ഇതിനോടകം ഞാൻ ഒത്തിരി വീഡിയോസ് അന്യഭാഷ പ്രാർത്ഥനയെ കുറിച്ച് ഞാൻ ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ ചാനൽ വിസിറ്റ് ചെയ്തിട്ട് പ്രീവിയസ് വീഡിയോസിലേക്കൊക്കെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ അന്യഭാഷ പ്രാർത്ഥന പാസ്റ്റർ ദീപു കൃഷ്ണ എന്ന് പറഞ്ഞ് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ തന്നെ പ്രസംഗിച്ച ഒത്തിരി അന്യഭാഷയെ കുറിച്ചുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതിനകത്തെല്ലാം ഒത്തിരി 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 ടിപ്പുകൾ പറയുന്നുണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അന്യഭാഷ പ്രാർത്ഥനയിൽ തന്നെ അടുത്ത ഒരു വിപ്ലവകരമാകുന്ന മാറ്റം കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കും. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലിന് അവന്റെ പ്രാർത്ഥന ശൈലിയിൽ, രീതിയിൽ ഒരു വ്യത്യസ്തത പുലർത്തുവാൻ കഴിഞ്ഞാൽ അവന്റെ ആ പ്രയർ റിസൾട്ട് എന്ന് പറയുന്നത് അതിശയിപ്പിക്കുന്നതായിരിക്കും. അന്യഭാഷയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും മനുഷ്യൻ തന്നെ മനുഷ്യന്റെ പ്രയർ ലെവൽ സെറ്റ് ചെയ്യുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എന്നാൽ നാം ആ ഒരു സ്പിരിറ്റ് ഫ്ലോ പൂർണ്ണമായിട്ടും അനുവദിക്കുന്നുണ്ടോ എന്ന് ഇന്നു മുതൽ നിങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ പരിശോധിച്ച് നോക്കുക. അന്യഭാഷ പ്രാർത്ഥന വളരെയേറെ വിമർശിക്കപ്പെടുന്നതും അതുപോലെ തന്നെ സ്വീകരിക്കപ്പെടുന്നതുമാകുന്ന ഒരു പ്രാർത്ഥനയാണ്. ഇവിടെ നമുക്ക് വിമർശനത്തെ കുറിച്ചല്ല, പകരം ബൈബിൾ എന്ത് പറയുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം മനസ്സിലാക്കുക, അന്യഭാഷ പ്രാർത്ഥന എന്ന് പറയുന്നത് അതൊരു ഭാഷയാണ്. അത് ഭാഷയല്ലെന്നല്ല, അത് ഒരേപോലെയുള്ള ഭാഷയല്ല. പകരം ആത്മാവിന്റെ വ്യത്യസ്ത നിലകളാണ്. നമ്മൾ അതിനൊരു ഭാഷാ ശൈലി ഉള്ളത് കൊണ്ട് നമ്മൾ അതിനെ ഭാഷ എന്ന് വിളിക്കുന്നു. ഒരേ സമയം ഭാഷയാണെങ്കിൽ മലയാളം സംസാരിക്കുന്ന ഞാൻ മലയാളത്തിൽ മാത്രം, അല്ലെങ്കിൽ മലയാളവും ഇംഗ്ലീഷും കൂടെ മിക്സ് ചെയ്ത്, എന്നാൽ ഞാൻ മലയാളം, ഇംഗ്ലീഷ്, മറാഠി, ഉറുദു, കന്നഡ, തെലുങ്കു, റഷ്യൻ, ജാപ്പനീസ്, ഇങ്ങനെ ഇതിനെ ഞാൻ കണക്ട് ചെയ്ത് സംസാരിച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ എന്ത് പറയും? ഇത് എന്തൊരു ഭാഷ ഇല്ലേ, പറയത്തില്ലേ? എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കൂ, അന്യഭാഷയെ കുറിച്ച് നമ്മളിത് സ്പിരിറ്റ് റിലത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്മൾ എപ്പോഴും അന്യഭാഷയെ കുറിച്ച്, അന്യഭാഷയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും അന്യഭാഷയെ കുറിച്ച് നാം മനസ്സിലാക്കുമ്പോഴും സ്പിരിറ്റ് റിലത്തിൽ നിന്ന് മാത്രമേ ഇതിനെ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. എങ്കിൽ മാത്രമേ വിശുദ്ധ ബൈബിൾ ഓഫർ ചെയ്യുന്ന ആ ഒരു ബ്ലെസ്സിങ് നമുക്ക് ആ പ്രയത്നത്തിലൂടെ സ്വീകരിക്കാനായിട്ട് സാധിക്കും. അന്യഭാഷ പ്രാർത്ഥന എന്നത് ഒരേപോലുള്ള ഒരു ഭാഷയല്ല, അത് ആത്മാവിന്റെ വ്യത്യസ്ത നിലകളാണ്. അതൊരു ഭാഷ തന്നെയാണ്, എന്നാൽ അതിന് ഒരേ ശൈലിയല്ല, അതിനൊരേ സ്പീഡല്ല, അതിന് ഒരേ പവർ അല്ല, അതിനൊരേ ഫ്രീക്വൻസി അല്ല, അതിന് ഒരു റിലമല്ല. വ്യത്യസ്ത നിലകളിലേക്ക് ഒരു വ്യക്തിയുടെ സ്പിരിറ്റ് ഫ്ലോ അനുസരിച്ച്, ഒരു വ്യക്തിയുടെ ഡെഡിക്കേഷൻ അനുസരിച്ച്, ഒരു വ്യക്തിയുടെ ഫെയ്ത്ത് അനുസരിച്ച് അത് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് വേഗത്തിൽ, അത് സെക്കൻഡ് ബൈ സെക്കൻഡ് ഷിഫ്റ്റ് ചെയ്ത് മുകളിലേക്ക് പോകുന്ന ഒരു സ്പിരിറ്റ് പ്രയർ ആണ് അന്യഭാഷയിലെ പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പോൾ അന്യഭാഷയിൽ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ തന്നെ 14-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ഇത് മനുഷ്യരോടല്ല സംസാരിക്കുന്നത്, ഇത് മനുഷ്യരോട് സംസാരിക്കേണ്ട ഭാഷയുമല്ല. അന്യഭാഷ, ടങ്സ് പ്രയർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്പീക്കിംഗ് ഇൻ ടങ്സ് എന്ന് പറയുന്നത് മനുഷ്യരോട് സംസാരിക്കേണ്ട ഭാഷയല്ല,
മനുഷ്യൻ കേൾക്കേണ്ട മനുഷ്യനോട് കേട്ടാൽ മനസ്സിലാകത്തുമില്ല. മനുഷ്യർ കേൾക്കാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയുമല്ല ഇത്. ഇതൊരു 10-20 പേർ ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിച്ചാലും ഒരുവൻ മറ്റൊരുവൻ കേൾക്കാനല്ല. അവർ പ്രാർത്ഥിക്കുന്നത് അവരുടെ ആത്മാവിന്റെ കർത്താവിനോട് അവർ സംസാരിക്കുന്ന ഭാഷയാണ്. അപ്പോൾ ആ ഭാഷയ്ക്ക് ദൈവത്തോളം ഉയർച്ചയിലേക്ക്, ഓ ഹല്ലേലൂയ, ദൈവത്തോളം ഉയർച്ചയിലേക്ക് നിങ്ങളെ എത്തിക്കുവാൻ കഴിയും. ഒന്ന് നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവോ? അന്യഭാഷ പ്രാർത്ഥനയ്ക്ക് എന്നെ ദൈവത്തോളം ഉയർച്ചയിലേക്ക് എത്തിക്കുവാൻ കഴിയും. നമ്മുടെ പ്രാർത്ഥന രീതികളിൽ വ്യത്യാസം വരുത്തുക. ഞാൻ അത് പറയുന്നുണ്ട്, എങ്ങനെയാണ് നിങ്ങൾ ആ പ്രാർത്ഥനയിൽ വ്യത്യാസം വരുത്തേണ്ടത്. അപ്പൊ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, നമ്മൾ സാധാരണ ചിന്തിക്കുന്നത് ഒരാൾക്ക് ഒരേ ടങ്സ് എന്നാണ്. എന്നാൽ അല്ല. അതേ രീതിയിൽ തന്നെ ഒരു വാക്കുകൾ തന്നെ പല പ്രാവശ്യങ്ങൾ ആവർത്തിച്ചു വരാം, ആവർത്തനങ്ങൾ ഇല്ലാതെ വരാം, വ്യത്യസ്ത ഭാഷകളിലേക്ക്, വ്യത്യസ്ത രീതികളിലേക്ക്, വ്യത്യസ്ത ശബ്ദങ്ങളിലേക്ക് അത് മാറാം. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ്. സ്പീക്കിംഗ് ഇൻ ടങ്സ് എന്ന് പറയുന്നത്, ടങ്സ് പ്രെയർ എന്ന് പറയുന്നത്, ഇത് ഒരു ഡൈനാമിക് സിസ്റ്റമാണ്. ഇത് സ്വർഗം നമുക്ക് വെച്ചിരിക്കുന്ന ഒരു സ്പിരിച്വൽ ഡൈനാമിക് സിസ്റ്റമാണ് ടങ്സ് പ്രെയർ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ടങ്സ് ഈസ് നോട്ട് എ ലാംഗ്വേജ്, ഇറ്റ് ഈസ് എ റെസ്പോൺസ്. നമ്മൾ സംസാരിക്കാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് ഇവിടെ പ്രശ്നങ്ങൾ വരുന്നത്. മനസ്സിലാക്കുന്നുണ്ടോ? നമ്മൾ റോമർക്ക് എഴുതിയ ലേഖനം 8-ാമത്തെ അധ്യായം 26-ാമത്തെ വാക്യത്തിൽ എന്താ പറയുന്നത്? നമ്മുടെ ബലഹീനതകൾക്ക് തുണ നിൽക്കുന്ന ഒരു ആത്മാവാണ്. അപ്പോൾ അവിടെ നമ്മൾ സംസാരിക്കാൻ നിൽക്കുമ്പോഴാണ് ഇത് ഭാഷയാണ്. പ്രൈസ് ദി ലോർഡ്. സംസാരിക്കാൻ നിൽക്കാതെ റെസ്പോണ്ട് ചെയ്യാൻ നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ, അപ്പൊ ഒന്നാമത് നിങ്ങൾ പ്രാർത്ഥനയിൽ വരുത്തേണ്ട മാറ്റം എന്ന് പറയുന്നത്, പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ നിങ്ങൾ സംസാരിക്കാൻ നിൽക്കണ്ട, നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാൻ നിന്നാൽ മതി. ഒരു ദൈവത്തിന്റെ വചനം ഇങ്ങനെയാ പറയുന്നത്, നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുൻപേ നാം എന്തിനു വന്നു, എന്ത് പ്രാർത്ഥിക്കാൻ പോകുന്നു, ഇവരിപ്പോൾ ഏത് പ്രശ്നത്തിനകത്ത് നിൽക്കുന്നു എന്ന് വ്യക്തമായി ദൈവത്തിന്റെ ആത്മാവ് അറിയുന്നു എന്ന് പറയുമ്പോൾ, ഞാൻ ഇനി എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് വേണ്ട അവിടുന്ന് അറിയാൻ. അവിടുന്ന് വ്യക്തമായി എന്നെയും നിങ്ങളെയും അറിയുന്നു, മനസ്സിലാക്കുന്നു. അന്നേരം സ്വർഗത്തിൽ നിന്ന് ചില കാര്യങ്ങൾ എന്നോട് ഇങ്ങോട്ട് പറയുമ്പോൾ ഞാൻ തിരിച്ചു കയറി സംസാരിച്ചുകൊണ്ട് നിന്നാലും, ഞാൻ തന്നെ എന്റെ പ്രാർത്ഥനയെ കൺട്രോൾ ചെയ്യാൻ നിന്നാലും, ഞാൻ തന്നെ ആകെ സമ്മർദ്ദത്തിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാലും, ഞാൻ തന്നെ ആകെ വയലൻസ് പ്രയറിലേക്ക് മൂവ് ചെയ്താലും, അവിടെ സംഭവിക്കുന്നത് ബുദ്ധിയും മനസ്സും പിന്നെ കുറെ നമ്മുടെ ഇമോഷൻസും കൂടെ ചേർന്നിട്ടുള്ള എന്തൊക്കെയോ ചില പ്രകടനങ്ങളാണ്. ആ പ്രകടനങ്ങളിൽ നിന്ന് ആദ്യം പുറത്തു വരിക. എന്റെ പ്രാർത്ഥന പ്രകടനമാകണ്ട, എന്റെ പ്രാർത്ഥന മനുഷ്യർ അംഗീകരിക്കണ്ട, എന്റെ പ്രാർത്ഥന സ്വർഗം തൊട്ടാ മതി, എന്റെ പ്രാർത്ഥന ദൈവം അക്സെപ്റ്റ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നവർ റെസ്പോണ്ട് ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ സ്പിരിച്വൽ പ്രയർ എന്ന് പറയുന്നത് അതൊരു റെസ്പോൺസ് ആണ്, അതൊരു സ്പിരിച്വൽ ഡൈനാമിക് സിസ്റ്റമാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നവരായിരിക്കുമല്ലോ ഈ മെസ്സേജ് കൂടുതലും കേൾക്കുന്നത്. പിന്നെ ഇങ്ങനെ ഒരു അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുണ്ടെങ്കിൽ ഞാൻ സന്തോഷത്തോടെ പറയട്ടെ, നിങ്ങളുടെ മേൽ ദൈവം നിറയ്ക്കും. ഒരു സംശയവും വേണ്ട. ഞാൻ ഒത്തിരി മീറ്റിംഗിൽ പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ അതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. ഒരു സംശയവും വേണ്ട. നിങ്ങളുടെ മേൽ ആരും കൈവെക്കണമെന്ന് പോലും ഇല്ല. പരിശുദ്ധാത്മാവ് തന്നെ നിങ്ങളെ കൈവച്ച് അനോയിന്റ് ചെയ്യും. പ്രൈസ് ദി ലോർഡ്. നിങ്ങളത് വിശ്വസിക്കുന്നെങ്കിൽ താഴെ ടൈപ്പ് ചെയ്ത് ഞാൻ അതിൽ വിശ്വസിക്കുന്നു. അപ്പോ നിങ്ങൾക്ക് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളാണല്ലോ, അപ്പൊ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ, നിങ്ങൾ തുടങ്ങുന്നത് പോലെ ആകുകയില്ല. ഒരിക്കലും പ്രാർത്ഥനയുടെ മധ്യഭാഗം വരും. ചിലപ്പോൾ അതൊരു വയലൻസിലേക്ക് കയറും, ചിലപ്പോൾ അതൊരു ഭയങ്കര ഡീപ്പായിട്ടുള്ള ഒരു ഇന്റിമസിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോ ആ നിലകളിൽ അതാ ഞാൻ പറഞ്ഞത്, സ്പിരിച്വൽ ഡൈനാമിക് സിസ്റ്റമാണ്. ഇതിന്റെ ഫ്രീക്വൻസി വേഗത്തിൽ കയറും, ഇറങ്ങും, മിഡ് റേഞ്ചിലേക്ക് വരും, ഏറ്റവും ഹൈ ലെവലിലേക്ക് പോകും, വീണ്ടും താഴേക്ക് ഇറങ്ങും. അതൊരു പ്രത്യേക ലെവലാണ്. അത് ടങ്സിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് അത് അറിയാൻ സാധിക്കും. അപ്പോ സാഹചര്യങ്ങൾ മാറും, ആത്മാവിന്റെ പ്രാർത്ഥനകൾ മാറണം. നമ്മുടെ സ്പിരിച്വൽ സക്സസ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ നിങ്ങൾ ഒരു സക്സസ് ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച്, ക്ലൈമറ്റ് മാറുന്നതിനനുസരിച്ച് പ്രയർ ലെവലുകൾ മാറണം. ചില ദൈവമക്കൾ ഇപ്പൊ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ തന്നെ ടങ്സ് പ്രയർ ഒത്തിരി വെക്കാറുണ്ട്. അന്നേരം
വളരെ തീ പോലെ പ്രാർത്ഥിക്കേണ്ട ഘട്ടങ്ങളിലും ചിലർ ഇങ്ങനെ ഒരു ഓർഡിനറി ഇങ്ങനെ ഈ ഒരു ലെവലിൽ പ്രാർത്ഥിച്ചു പോകുന്നത് വളരെ വേദന ശ്രദ്ധിക്കാറുണ്ട്. അന്നേരം മാനുഷികമായി ഞാൻ മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. നിങ്ങൾ കുറച്ചുകൂടെ ശബ്ദമുയർത്തി ശക്തിയോടെ നിങ്ങളൊന്ന് പ്രാർത്ഥിക്കൂ എന്ന് ഞാൻ പറയുമ്പോഴും ചിലർ ഇങ്ങനെ നാനാ പറഞ്ഞു മാത്രം ഇരിക്കും. നാനാ പറയുന്നല്ല ഞാൻ പറയുന്നത് വെച്ചാൽ അവർ ആ ഒരു ലെവലിൽ നിന്ന് മുകളിലേക്ക് ഉയരണമെന്നോ അവർക്ക് ഉയരാൻ സാധിക്കുമെന്നോ അവർ കരുതുന്നില്ല. പക്ഷേ അവർ വിഷയങ്ങളിൽ വിടുതലുകൾ ആഗ്രഹിക്കും. ദൈവമക്കളെ, ഞാൻ സ്നേഹത്തോടെ നിങ്ങളോട് പറയട്ടെ, പ്രയർ ലെവലുകൾ മാറാതെ നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്ത് മറുപടികൾ വെളിപ്പെടുന്നില്ല. കാരണം പ്രശ്നം എന്ന് പറയുന്നത് ഒരേ ലെങ്തിലല്ല നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്. സാത്താനീയ അറ്റാക്ക് എന്ന് പറയുന്നത് ഒരേ പാറ്റേണിലല്ല നമ്മുടെ ലൈഫിലേക്ക് വരുന്നത്. പ്രതിസന്ധികൾ സാത്താൻ കൊണ്ടുവരുന്നത് ഒരേ രൂപത്തിലല്ല. ഇതിനകത്തൊക്കെ വ്യത്യസ്തമാകുന്ന നമ്മുടെ വാർഫെയറുകൾ എന്ന് പറയുന്നത് ഒരേ പാറ്റേണിലല്ല. അപ്പൊ നമ്മുടെ പ്രേയർ പാറ്റേൺ അതിനനുസരിച്ച് മാറിയില്ല. അത് മാനുഷികമായിട്ടല്ല, സ്പിരിറ്റിൽ അതിനകത്ത് ആ പാറ്റേണിൽ ചേഞ്ചസ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയിരിക്കും, നമ്മൾ ഫീൽഡ് ഔട്ട് ആയിരിക്കും. പണ്ടത്തെ വസ്ത്രത്തിന്റെ ഫാഷൻസ് അല്ല ഇപ്പോൾ ഉള്ളത്. പണ്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോൺ, നിങ്ങൾ സ്മാർട്ട് ഫോൺ ഇപ്പോൾ ഉപയോഗിക്കുന്നു. എന്നാൽ ഒരു 10-30 വർഷം മുന്നേ നോക്കിക്കഴിഞ്ഞാൽ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് കാണാനില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ അന്ന് കീപാഡ് ഫോണുകളാണോ ഉള്ളത്, ഇന്ന് ടച്ച് ഫോണുകളുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾ മാറി? അത് ഇപ്പോഴത്തെ ആ ഒരു ട്രെൻഡ് മാറി, സാധ്യതകൾ മാറി, അവൈലബിലിറ്റീസ് മാറി. അപ്പോ നിങ്ങൾക്ക് അങ്ങനെ മാറാൻ കഴിഞ്ഞതുപോലെ നിങ്ങളുടെ ലൈഫിൽ സ്പിരിച്വൽ അപ്ഡേഷൻസ് കൃത്യമാകുന്ന സമയത്തിൽ നടന്നില്ല എന്നുണ്ടെങ്കിൽ, ആ പണ്ടത്തെ ഒരു നാനാ ലെവലിൽ നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് സാത്താൻ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ജീവിതം നിങ്ങളെ പരീക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് ജയമെടുക്കാനുള്ള സാധ്യതകൾ വളരെ കുറയും. അതുകൊണ്ടാണ് സാഹചര്യങ്ങൾ മാറുമ്പോൾ സ്പിരിറ്റിന്റെ ഫ്ലോ മാറണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രയർ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് ഹോളി സ്പിരിറ്റിന്റെ കയ്യിലേക്ക് മാറണം. ഞാൻ അങ്ങനെയുള്ള ഒരു 3 dimensions മാത്രം പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. 3 dimensions of tongues, 3 തലങ്ങളിലുള്ള പ്രാർത്ഥനകളെ കുറിച്ച് ഞാൻ പറയണം. ഒന്നാമത്തത് ബർഡൻ ടങ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ബർഡൻ ടങ് അല്ലെങ്കിൽ എന്തോ പറയുന്ന ഒരു ഭാരമുള്ള ഒരു പ്രാർത്ഥന, വേദനയുള്ള ഒരു പ്രാർത്ഥന. ഇത് ആത്മാവിന്റെ വേദന എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യത്തിൽ, ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായത്തിലേക്ക് ഒന്ന് വന്നാട്ടെ. നിങ്ങൾ കഴിയുന്നുണ്ടെങ്കിൽ ദൈവമക്കൾ ഒന്ന് യൂട്യൂബിൽ കമന്റ് ബോക്സിൽ അതൊന്ന് കോപ്പി പേസ്റ്റ് ചെയ്തിട്ടാൽ അതൊരുപാട് ദൈവമക്കൾക്ക് സഹായകമായിരിക്കും. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവ വേദന പെടുന്നവരായ എന്റെ കുഞ്ഞുങ്ങളെ, ഇന്ന് നിങ്ങളുടെ അടുക്കലിരുന്ന എന്റെ ശബ്ദം മാറ്റുവാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ കൊള്ളായിരുന്നു. ഞാൻ നിങ്ങളെ കുറിച്ച് വിഷമിക്കുന്നു. ഒരു ബേർഡൻ, ക്രിസ്തു നിങ്ങളിൽ ഉരുവാകാനുള്ള ഒരു ബേർഡൻ. പൗലോസ്ലീഹായുടെ ഒരു ലാംഗ്വേജ് ആണത്. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഒരു ലെറ്റർ എഴുതുന്ന സമയത്ത്, ഗലാത്യർക്ക് ലെറ്റർ എഴുതുന്ന സമയത്ത് പൗലോസ് അതിനകത്ത് വെക്കുന്നതാണ്, ഞാൻ എന്റെ പ്രാർത്ഥനയിൽ ഞാൻ ഇങ്ങനെ നിങ്ങളെ ഓർക്കുകയാണ്, ക്രിസ്തു നിങ്ങളിൽ ഉരുവായിരുന്നെങ്കിൽ, ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെട്ടിരുന്നെങ്കിൽ എന്ന് പറയുമ്പോൾ ഇതൊരു വേദനയാണ്. അപ്പൊ സ്പിരിറ്റ് പലപ്പോഴും പ്രാർത്ഥിക്കുന്നത് ക്രിസ്തുവിന്റെ സ്വഭാവവും ക്രിസ്തുവും ക്രിസ്തുവിന്റെ ശക്തിയും നമ്മുടെ മനുഷ്യ ആത്മാവിൽ രൂപപ്പെടുത്തി എടുക്കാൻ വേണ്ടി പലപ്പോഴും ആത്മാവ് പ്രാർത്ഥിക്കാറുണ്ട്. ക്രിസ്തുവിനെ കുറിച്ചുള്ള റെവലേഷൻ, ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ കുറിച്ചുള്ള റെവലേഷൻ, ക്രിസ്തുവിന്റെ ശക്തിയെ കുറിച്ചുള്ള റെവലേഷൻസ് ഒക്കെ കൂടുതൽ നമ്മിൽ നിറയാൻ വേണ്ടി നമ്മുടെ ആത്മാവ് തന്നെ പലപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. ഇതിനെ ബേർഡൻ ടങ് എന്ന് പറയാൻ പറ്റും. ഇത് ഈ വിഷയത്തിൽ മാത്രമല്ല, പല കാര്യങ്ങളിൽ പല വിഷയം, നിങ്ങൾ തന്നെ ഒരു വിഷയത്തിന് വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ അറിയാതെ കരയാറുണ്ടായിരിക്കും. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നിങ്ങൾ അറിയാതെ കരയാറുണ്ടായിരിക്കും. കാര്യം വേറെ ഒന്നും അല്ല, ആ ഭാരം, ആ സാഹചര്യം, അതിന്റെ വേദന, ഇതൊക്കെ ഒരു ലേബർ റൂം പ്രയർ എന്ന് പറയാൻ പറ്റും.
ഒരു വിഷയത്തിന്റെ മേൽ വിടുതൽ കാണണമെന്ന ആഗ്രഹത്തോടു കൂടിയ ഒരു ബേർഡൻ പ്രയർ, ഇത് സ്പിരിറ്റിന്റെ കൺട്രോളിലാണ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ബേർഡൻ പ്രയർ നിങ്ങളിൽ നിന്ന് പുറപ്പെടുന്നു എന്നുണ്ടെങ്കിൽ ഉറപ്പിക്കാം, നിങ്ങൾക്ക് വിത്തിൻ ഡേയ്സ് ഡെലിവറൻസ് കണ്ടിരിക്കും. രണ്ടാമത്തേതാണ് വാർഫെയർ ടങ്, അതായത് യുദ്ധപ്രാർത്ഥന. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6:18 പറയുന്നുണ്ട്, ഏത് സമയത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-18 വാക്യത്തിൽ. അപ്പോൾ വാർഫെയർ ടങ് എന്ന് പറയുമ്പോൾ ഇതൊരിക്കലും ഒരു ടൈപ്പ് അല്ല. യുദ്ധത്തിൽ ആരെങ്കിലും ഒരു ലേസിനെസ് ആയിട്ട് അല്ലെങ്കിൽ ഐഡിയൽ ആയിട്ടിരിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. യുദ്ധത്തിൽ എപ്പോഴും എല്ലാവരും അഗ്രസീവ് ആയിരിക്കും. അപ്പൊ വാർഫെയർ പ്രയറിനകത്ത് അല്ലെങ്കിൽ വാർഫെയർ ടൈമിൽ എടുത്ത് ഞാൻ അടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവനെ യുദ്ധത്തിന് കൊള്ളത്തില്ല. അവൻ അവിടെയെങ്കിലും ഒന്ന് അഗ്രസീവായി എഴുന്നേൽക്കണം എന്ന് കൂടെ നിൽക്കുന്നവരെങ്കിലും ആഗ്രഹിക്കത്തില്ലേ? അപ്പൊ ബൈബിൾ പറയുന്നു, ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ഒരു വാർഫെയർ പ്രയർ ഉണ്ട്. ആ ടൈം എന്ന് പറയുന്നത് ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ടൈമായിരുന്നു. നമ്മുടെ ജീവിതത്തിന് നേരെയുള്ള സാത്താനി അറ്റാക്കുകളെ സ്പിരിറ്റ് റിക്കഗ്നൈസ് ചെയ്തിട്ട്, ഐഡന്റിഫൈ ചെയ്തിട്ട്, അതിനെതിരെയുള്ളതും ഭാവിയിൽ നിങ്ങൾക്ക് വിരോധമായി അവൻ ചെയ്യാൻ സാധ്യതയുള്ളതുമാകുന്ന കാര്യങ്ങളെ അഡ്വാൻസ്ലി പ്രാർത്ഥിച്ച് ആത്മാവിൽ തകർക്കാനുള്ള ഒരു വാർഫെയർ. ഇതൊരു സ്പിരിച്വൽ വെപ്പൺ ആക്ടിവേഷൻ ടൈമാണ്. ഈ വാർഫെയർ പ്രയർ എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ വെപ്പൺ ആക്ടിവേഷൻ ടൈമാണ്. കാരണം ശത്രു എന്തൊക്കെ തന്ത്രങ്ങൾ എനിക്ക് നേരെ ഉപയോഗിക്കുമോ അതിനെ തകർക്കാനുള്ള ആയുധങ്ങൾ എന്റെ സ്പിരിറ്റിൽ ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു ടൈമാണ് വാർഫെയർ ടങ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ പ്രാർത്ഥനയാണ്, അല്ലെങ്കിൽ മൂന്നാമത്തെ ഡയമെൻഷൻ ഓഫ് പ്രയർ ആണ് ഫെലോഷിപ്പ് ടങ് എന്ന് പറയുന്ന സ്നേഹബന്ധത്തിലുള്ള പ്രാർത്ഥന. യൂദായുടെ ലേഖനം അതിന്റെ 20-ാമത്തെ അധ്യായത്തിൽ, യൂദായുടെ ലേഖനം 20-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ച് നിങ്ങൾ നിങ്ങളെ തന്നെ പണിയുക. ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മെയും നമ്മുടെ ക്രിസ്തുവിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഹോളി സ്പിരിറ്റ് പ്രയർ ആണ് നടക്കുന്നത്. ആ ഡീപ്പായിട്ടുള്ള ഒരു ഇന്റിമസി, അപ്പാ എന്ന് വിളിച്ചുകൊണ്ട് ചെല്ലുന്ന ഒരു ഇന്റിമസി പ്രയർ ആണ് ഫെലോഷിപ്പ് പ്രയറിൽ നടക്കുന്നത്. എന്നാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഞാനിപ്പോ 3 ലെവൽ ഓഫ് ടങ്സിനെ കുറിച്ച് മാത്രമേ, ഡയമെൻഷൻസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ ഈ 3 ലെവൽ ഓഫ് ടങ്സ് നമുക്ക് ഉപയോഗിക്കേണ്ട സാഹചര്യമുണ്ട്, സന്ദർഭങ്ങളുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. എക്സാമ്പിൾ, നിങ്ങളിപ്പോ യുദ്ധത്തിലാണ് നിൽക്കുന്നത്. ആ യുദ്ധത്തിൽ നിൽക്കുന്ന സമയത്ത് ഒരു ഫെലോഷിപ്പ് പ്രയർ അവിടെ കൊണ്ടുവന്നാലും, ഇതാ ഞാൻ പറയുന്നത്, ജീവിതത്തിൽ ഭയങ്കരമാകുന്ന യോർദാന്റെ അവസ്ഥകളൊക്കെ ഉണ്ടെങ്കിലും ചിലരുടെ പ്രയർ ലെവൽ എന്ന് പറയുന്നത് ആ ഒരു ലെവലാണ്. അവർക്ക് അതിനകത്തുനിന്ന് വളരാൻ അവരാഗ്രഹിക്കുന്നോ ഇല്ലയോ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ മാറണമെന്ന് പറഞ്ഞാലും മാറാൻ താല്പര്യമില്ലാത്തവർ. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഇതിൽ പ്രാർത്ഥനയെ കുറ്റപ്പെടുത്തുന്നവരുണ്ടെങ്കിൽ, ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഒരു മെച്ചവും ഇല്ല, ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഒരു മാറ്റവും ഇല്ല, മടുത്തു എന്നൊക്കെ പറയുന്നവരുണ്ടെങ്കിൽ അവർ മാറട്ടെ. ഈ വാക്ക് കേൾക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാം, യുദ്ധത്തിൽ ഒരാൾ ചെന്ന് ഫെലോഷിപ്പ് പ്രയർ നടത്തി കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും? ഇന്റിമസി ടൈമിൽ ചെന്ന് വാർഫെയർ ടോൺ നമ്മൾ യൂസ് ചെയ്താൽ എങ്ങനെയിരിക്കും? ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പൊ അത് നിങ്ങൾക്കൊന്ന് കണക്ട് ചെയ്ത് തരണമെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ ഒരു പാട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ക്രിസ്ത്യൻ മ്യൂസിക് നിങ്ങൾ കേൾക്കുന്നു. നിങ്ങൾക്ക് ആ മ്യൂസിക് ഇഷ്ടപ്പെട്ടതിന്റെയും ആ മ്യൂസിക് നിങ്ങൾ ആവർത്തിച്ച് പാടാൻ നിങ്ങളുടെ ഹൃദയം ഏറ്റെടുത്തതിന്റെയും കാരണം എന്നാന്ന് ചോദിച്ചാൽ, അതിനകത്ത് കീബോർഡ് മാത്രം പ്ലേ ചെയ്തുകൊണ്ടല്ല, അതിനകത്ത് ഡ്രംസ് ഉണ്ടാകും, ഫ്ലൂട്ട് ഉണ്ടാകും, വയലിൻ ഉണ്ടാകും, പല 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 മ്യൂസിക് സിസ്റ്റംസ്, അതിന്റെ ഒരുമിച്ചുള്ള ഒരു പ്രവർത്തന ഫലമായിട്ടാണ് മ്യൂസിക് പ്രൊഡ്യൂസ് ചെയ്ത് നിങ്ങളിലേക്ക് വന്നത്. ഒരാൾ പാടിയതുകൊണ്ട് മാത്രമല്ല, ഒരാൾ അവിടെ ഇരുന്ന് കീബോർഡ് വായിച്ചുകൊണ്ട് മാത്രമല്ല, മറ്റേ അവിടെ ഇരുന്ന് ഡ്രംസ് വായിച്ചുകൊണ്ട് മാത്രമല്ല, എല്ലാവരുടെയും കൂട്ടായിട്ടുള്ള സമമായിട്ടുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു മിക്സ്ചർ അതിനകത്ത് വന്നത് കൊണ്ടാണ് അത് സുന്ദരമാകുന്ന ഒരു പാട്ടായിട്ട്, ഒരു മ്യൂസിക് ആയിട്ട്, സോങ് ആയിട്ട് നിങ്ങളുടെ അരികിലേക്ക് വന്നത്. നിങ്ങൾ അതിനെ സ്വീകരിച്ചു. ഇതുപോലെയാണ് സ്പിരിറ്റിലെ പ്രയർ എന്ന് പറയുന്നത്. ബാലൻസ്ഡ് ആയിരിക്കും. ബാലൻസ്ഡ് ആകണം എന്നല്ല, ബാലൻസ്ഡ് സ്പിരിറ്റിലാണ് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അത് ബാലൻസ്ഡ് ആയി. അത് വാർഫെയർ ടൈമിൽ ഒരിക്കലും ഇന്റിമസി ലെവലിൽ നിൽക്കത്തില്ല. വാർഫെയർ ടോണിൽ സ്പിരിറ്റ് കയറും. ഇന്റിമസി ടൈമിൽ വാർഫെയർ ടോൺ ആകത്തില്ല, ആ ഇന്റിമസികൾ തന്നെ കണക്ട് ആകും. സഡൻലി മറ്റെന്തെങ്കിലും ഒരു ബേർഡൻ വരുന്ന സമയത്ത് ഒരിക്കലും ഇന്റിമസി ലെവലിലല്ല, ബേർഡൻ പ്രയറിലേക്ക്
കൂടുതൽ സ്പിരിറ്റ് ഫോക്കസ്ഡ് ആകും. അങ്ങനെ ഒരു മ്യൂസിക് മാത്രം ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ആ ഒരു മ്യൂസിക് മാത്രം, ഒരു ഇൻസ്ട്രുമെന്റ് മാത്രം വായിച്ചു കഴിഞ്ഞാൽ ആ മ്യൂസിക് കംപ്ലീറ്റ് ആകില്ല എന്ന് പറയുന്നത് പോലെ ഒരേ ട്യൂണിൽ നമ്മൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആ പ്രേയർ സക്സസ് ആകത്തില്ല. ഗെത്ശമന തോട്ടത്തിൽ കർത്താവ് വേറൊരു ബേർഡൻ പ്രേയർ ആയിരുന്നു. കർത്താവ് ബേർഡൻ ടങ്സ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെ ബേർഡൻ പ്രേയർ. കാര്യമില്ല, ഒരു കാര്യത്തിന്റെ കൺഫർമേഷൻ കിട്ടാനുള്ള അത് ആ ഒരേ സമയം, എനിക്ക് ഒന്നിന്റെ കാര്യം പറയാം, ഒരേ സമയം അതൊരു ബേർഡൻ പ്രേയർ ആണ്, അതേസമയം അതിനകത്ത് ഇന്റിമസി വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രേയർ ആണ്. കാരണം ഹെവനുമായിട്ടുള്ള ഒരു ഡീപ് കണക്ഷനിലൂടെ മാത്രമേ, ഹെവനിലായിട്ടുള്ള ഒരു ഡീപ് കണക്ഷനിലൂടെ മാത്രമേ ആ ബേർഡൻ കർത്താവിന് സ്വർഗത്തിലേക്ക് എത്തിക്കാൻ പറ്റത്തുള്ളൂ. ഇതിനോടുകൂടെ അസോസിയേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു വാർഫെയർ പ്രേയർ കൂടെ ആഡ് ഓൺ ചെയ്തെങ്കിൽ മാത്രമേ ആ റെവലേഷൻ, അതിന്റെ റിപ്ലൈ കർത്താവിലേക്ക് കിട്ടാനുള്ള തടസ്സത്തെയും ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നു. ഇത് മൂന്നും കൂടെ ഒരുമിച്ചല്ല ചെയ്യുന്നത്, മൂന്നും വ്യത്യസ്ത ടൈമുകളിലായിട്ട് യേശു യൂസ് ചെയ്തിരിക്കണം. അതുകൊണ്ടാണ് 3 പ്രാവശ്യം പ്രാർത്ഥിക്കേണ്ടി വന്നത്. നിങ്ങൾ ചില വിഷയത്തിന് അധിക സമയം പ്രാർത്ഥിക്കേണ്ടി വരുന്നുണ്ടോ? നിങ്ങൾ പാനിക് ആകരുത്. അതിന്റെ മേലുള്ള നടപടികൾ സ്വർഗം സ്വീകരിച്ചു കഴിഞ്ഞു. ഹല്ലേലൂയ. ഗെത്ശമന തോട്ടത്തിൽ കർത്താവ് ഒരിക്കൽ പോയി, രണ്ടാമത് പോയി, മൂന്നാമത് പോയി ചെന്ന് കർത്താവ് പ്രാർത്ഥിക്കാൻ കാരണം ഇതുപോലുള്ള ആ ഒരു ഡിഫറെന്റ് ഡയമെൻഷനിൽ കർത്താവ് പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്. ലാസ്റ്റ് മൊമെന്റിൽ അതിന്റെ റെസ്പോൺസും കൂടെ, ആ റിസൾട്ടും കൊണ്ടാണ് കർത്താവ് തോട്ടം വിട്ടിറങ്ങുന്നത്. എന്നതുപോലെ പ്രാർത്ഥനാ മുറിയിൽ കയറുമ്പോൾ നിങ്ങൾ ആത്മാവിന്റെ വ്യത്യസ്തതയിലേക്ക് നിങ്ങൾ കടക്കുവാൻ തയ്യാറാണെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും. 2-3 മിനിറ്റിനകത്ത് ഞാൻ ക്ലോസ് ചെയ്തേക്കാം. എങ്ങനെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ വ്യത്യസ്തത കൊണ്ടുവരാം? ഒന്ന്, ഡിസേൺ ദി അറ്റ്മോസ്ഫിയർ. നിങ്ങൾ നിങ്ങളുടെ അന്തരീക്ഷത്തെ ആദ്യം അറിയണം. അന്തരീക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെന്ന് കേറുന്നതിന് മുന്നേ പേടിപ്പിക്കുന്നത് പോലെ പ്രാർത്ഥിച്ചു തുടങ്ങരുത്. അന്തരീക്ഷം നമ്മൾക്ക് ചെന്ന് കുറച്ചു നേരം കാമായിട്ടിരിക്കുമ്പോൾ ആ സ്പിരിറ്റ് ഫ്ലോ എങ്ങനെയാണ്, ഇതെല്ലാം നമ്മൾ ടങ്സ് മൂവ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും എന്താണ് ആ ഒരു അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിനനുസരിച്ച് ഇപ്പോൾ ഞാൻ ഏത് നിലയിൽ പ്രാർത്ഥിക്കുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക, അതിൽ ഫ്ലോ ചെയ്യുക, നിങ്ങൾ അതിൽ തന്നെ ഈൽഡ് ചെയ്യുക. നിങ്ങൾ ഡോണ്ട് ബി ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനഃപൂർവ്വമായിട്ട് നിങ്ങൾ ഒരു വാർഫെയറിലേക്ക് കടക്കണ്ട. നിങ്ങളുടെ ശബ്ദം നിങ്ങൾ മാറ്റണം. ആത്മാവിന്റെ ഫ്ലോയ്ക്ക് അനുസരിച്ച് നിങ്ങൾ മൂവ് ചെയ്യുക. മൂന്നാമത്, ഫ്ലോ ഷിഫ്റ്റ് നിങ്ങൾ തിരിച്ചറിയുക. സ്പിരിറ്റ് ഇങ്ങനത്തെ നമ്മുടെ കയ്യിൽ നിൽക്കാതെ ഇങ്ങനെ പ്രാർത്ഥിച്ചു പോകുന്നത് നിങ്ങൾ അത് തിരിച്ചറിയുക. ആ ഫ്ലോ ഷിഫ്റ്റ് നിങ്ങൾ തിരിച്ചറിഞ്ഞ് എന്താ പറയുന്നത്, ആ ഒരു ഫ്ലോ ഷിഫ്റ്റിനനുസരിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറാകുക. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥന ഒരു സംഭാഷണവുമായിരിക്കും, അതേസമയം ഒരു റെസ്പോൺസുമായിരിക്കും. സ്വർഗത്തിലെ അപ്പനോടുള്ള ഒരു സംഭാഷണവുമായിരിക്കും, അതേസമയം ഒരു റെസ്പോൺസുമായിരിക്കും. ഞാനിത് 15 മിനിറ്റിൽ താഴെ നിർത്തണം എന്ന് നിർബന്ധമുള്ളത് കൊണ്ടാണ് ഞാൻ ഇതിനെ ഇത്രയും ചുരുക്കി ഞാൻ പറഞ്ഞത്. തീർച്ചയായിട്ടും കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് ഈ ചാനലിൽ തന്നെ അന്യഭാഷയെ കുറിച്ച് ലഭിക്കും. കൂടാതെ അധികം വീഡിയോസ് ഞാൻ മേലാൽ വീണ്ടും ഞാൻ ചെയ്യുന്നുണ്ട്. അന്യഭാഷയെ കുറിച്ച്, സ്പിരിറ്റ് റിലത്തെ കുറിച്ച്, ആ ഒരു സ്പിരിറ്റ് ലൈഫിനെ കുറിച്ചൊക്കെയുള്ള കൂടുതൽ വീഡിയോസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ചാനലിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. അത് നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താട്ടെ. അപ്പോൾ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ബ്ലെസ്സിങ് ആയി എങ്കിൽ താഴെ കമന്റ് ചെയ്യണം. നിങ്ങൾക്ക് ബ്ലെസ്സിങ് ആയോ ഇല്ലയോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൂടുതൽ നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിലും നിങ്ങൾ താഴെ കമന്റ് ചെയ്താൽ മതി. ഈ വീഡിയോക്ക് ലൈക്ക് കൊടുത്താട്ടെ. കഴിയുമെങ്കിൽ പ്രിയപ്പെട്ട ദൈവമക്കൾ മിനിമം 5 പേർക്കെങ്കിലും ഈ ഒരു സന്ദേശം ഷെയർ ചെയ്താൽ ആത്മാവിൽ പ്രാർത്ഥിച്ച് മടുത്തിരിക്കുന്ന ചില ദൈവമക്കൾക്കെങ്കിലും കർത്താവ് പുതുജീവൻ പകരുമെന്ന് വളരെയധികം ഞാൻ വിശ്വസിക്കുന്നു. അന്യഭാഷയിൽ നിറയാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കളുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പിതാവേ, അവിടുത്തെ ആത്മാവിന്റെ സമ്പന്നത കൊണ്ട് ആ ഒരു ഇന്റൻസ് ലെവൽ ഓഫ് പ്രേയറിന്റെ ഒരു അനോയിന്റിംഗ് ഈ ദൈവമക്കളുടെ മേൽ പിതാവ് പകരണം. ഇവർ ഏത് സിറ്റുവേഷനിൽ ഇരിക്കുന്നെങ്കിലും ഇന്നു മുതൽ ഇവരുടെ ടങ്സിനകത്ത് വലിയ തീ വെളിപ്പെടട്ടെ കർത്താവേ. അത്ഭുതകരമാകുന്ന ചലനങ്ങൾ ആത്മാവിന്റെ പ്രാർത്ഥനയിൽ ഉണ്ടാകട്ടെ. ഇവരെ ഞാൻ ബ്ലസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. താഴെ നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് കാണാം. അതായത് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു വാട്സാപ്പിന്റെ ഗ്രൂപ്പ് ലിങ്ക് കാണാം. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്താൽ നേരെ ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ആകാൻ പറ്റും. ഇങ്ങനെയുള്ള വീഡിയോസിന്റെ എല്ലാ അപ്ഡേറ്റ്സും, ഡെയിലി മീറ്റിംഗ്സിന്റെ ലിങ്കുകളും, അതുപോലെ തന്നെ
അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് വാട്സാപ്പിൽ തന്നെ ലഭിക്കും. ദൈവമക്കൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഞങ്ങളുടെ ഗ്രൂപ്പിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു. മറ്റുള്ളവർക്കൂടെ നിങ്ങൾ ഷെയർ ചെയ്യുമല്ലോ ഈ വീഡിയോ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. കർത്താവ് നിങ്ങളെ ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ബ്ലെസ് യു. ഗോഡ് ബി വിത്ത് യു. സ്റ്റേ ബ്ലെസ്ഡ്. We offer online counseling, biblical guidance, and Christ-centered healing. Your well-being is our priority.